സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേനയുടെ 98ാം ഡിവിഷൻ കഴിഞ്ഞ ദിവസം തെക്കൻ ഗസയിലെ ഖാൻ യൂനിസ് നഗരം വിട്ടത്. എങ്ങും മരണം മണക്കുന്നു. ഇവിടെ ആകെ അവശേഷിക്കുന്നത് ഈ ചാരക്കൂനകൾ മാത്രമാണ്. തെരുവുകളെല്ലാം ഇടിച്ചു നിരത്തി. ഒരു രൂക്ഷ ഗന്ധമാണെങ്ങും. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകൾ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഖാൻ യൂനിസിനെ പ്രേത നഗരമാക്കി മാറ്റിയാണ് ഇസ്രായേൽ സൈന്യം മടങ്ങിയതെന്ന് തിരിച്ചെത്തിയ ഫലസ്തീനികൾ പറയുന്നു. ഒക്ടോബർ 7-ന് മുൻപ് 4 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന നഗരമായിരുന്നു ഖാൻ യൂനിസ്. 4 മാസം നീണ്ടുനിന്ന ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ നഗരം പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. നഗരത്തിലെ താമസ കേന്ദ്രങ്ങളിലേറെയും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. നിരത്തുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചുമറിച്ചും വീടുകൾ ഇടിച്ചു നിരത്തിയുമായിരുന്നു ഇസ്രായേൽ അധിനിവേശം. നഗരത്തിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളും താമസയോഗ്യമല്ലാതാക്കിയിട്ടുണ്ട്. മൃഗങ്ങൾക്ക് പോലും കഴിയാനാകാത്ത ഇവിടെ ഇനി എങ്ങനെയാണ് മനുഷ്യർ വസിക്കുമെന്നാണ് നിസ്സഹായരായ ജനത ചോദിക്കുന്നത്. യുദ്ധസ്പർശമേൽക്കാത്ത ഒരു കാഴ്ച പോലും ആ നഗരത്തിൽ ഇന്ന് അവശേഷിക്കുന്നില്ല. ടവറുകൾ ഉൾപ്പെടെ നിലംപൊത്തി. വീടുകളിൽ ജനാലകളും വാതിലുകളും പാതി ചുമരുകളുമില്ല. എന്നാൽ എല്ലാം തകർന്നാലും ഖാൻ യൂനിസ് വിട്ടുപോകാനാകില്ലെന്നാണ് അവരുടെ നിലപാട്. ടെന്റിൽ ജീവിക്കുന്നതിനേക്കാൾ ഭേദം തകർന്ന സ്വന്തം ഭവനത്തിൽ താമസിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും തിരികെ എത്തുന്നത്. ഖാൻ യൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മടക്കി വിളിച്ചത്. 4 മാസം നീണ്ടുനിന്ന കനത്ത ആക്രമണവുമായി സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേനയുടെ 98ാം ഡിവിഷൻ കഴിഞ്ഞ ദിവസം നഗരം വിട്ടത്. സേനയുടെ നഹാൽ ബ്രിഗേഡ് മാത്രം ഇവിടെ തുടരും. പിന്മാറ്റ കാരണവും കൃത്യമായ എണ്ണവും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല. റഫേലെ കരയാക്രമണത്തിന് മുന്നോടിയാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കെയ്റോ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയാണ് പിന്മാറ്റത്തിൽ നിർണായകമായതെന്ന് സൂചനയുണ്ട്. ഖാൻ യൂനിസിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞതോടെ പലായനം ചെയ്ത ഫലസ്തീനികൾ തിരികെ എത്തി തുടങ്ങി. എന്നാൽ തങ്ങളുടെ വീടുകളുടെ സ്ഥാനത്ത് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണ് കാണുന്നത്. ഇതിനിടെ തങ്ങളുടെ വീട് നിന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഓരോരുത്തരും. അതേസമയം ഗസയിൽ ബന്ദിമോചനവും വെടിനിർത്തലും വേഗത്തിലാക്കാനുള്ള ചർച്ചകൾക്ക് വേഗമാർജിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വെടിനിർത്താൻ ഇരുവിഭാഗവും സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരസ്പരം പരിശോധിച്ചു വരികയാണെന്നും കെയ്റോ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.